പ്രിയമുള്ളവരെ, കേരള കൗമുദിയിൽ വന്ന ഒരു സങ്കടകരമായ ഒരു വാർത്ത. ഞാൻ മാത്രം സങ്കടപ്പെട്ടാൽ പോരല്ലോ, നിങ്ങളും കൂടെ ഒന്ന് സങ്കടപ്പെടും. ഇതാണ് ന്യൂസ്. ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ യുവ ഡോക്ടർ ഹൃദയാഘാതം മൂലം മരിച്ചു. കുഴഞ്ഞു വീണത് രോഗികളെ പരിശോധിക്കുന്നതിനിടെ. ചെന്നൈയിലാണ് സംഭവം. ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ യുവ ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്ന ഹൃദയാഘാതം മൂലം മരിച്ചു. സവീത മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് കാർഡിയാക് സർജൻ ഡോക്ടർ ഗ്രാറ്റ്ലിൻ റോയിയാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹപ്രവർത്തകർ പരമാവധി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. കടുത്ത ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. നീണ്ട ജോലി സമയവും അധികം സമ്മർദ്ദവുമാണ് റോയിയുടെ മരണത്തിനിടയാക്കിയതെന്ന് ആരോപണവുമായി ഡോക്ടർമാർ രംഗത്തെത്തിയിട്ടുണ്ട്. റോയിയുടെ മരണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും 30-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവ ഡോക്ടർമാർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഏറി വരികയാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഡോക്ടർമാർ പലപ്പോഴും ഒരു ദിവസം 12-18 മണിക്കൂർ ജോലി ചെയ്യുന്നു. ചിലപ്പോൾ ഒരു ഷിഫ്റ്റിൽ 24 മണിക്കൂറിലധികം ജോലി ചെയ്യേണ്ടി വരുന്നു. ഇത് കടുത്ത സമ്മർദ്ദത്തിനിടയാക്കുന്നു. കുഴഞ്ഞു വീണുള്ള മരണങ്ങൾക്ക് പ്രധാന കാരണം ഇതാണ് ഡോക്ടർമാർ പറയുന്നു. അപ്പോൾ പ്രസ്തുത ഡോക്ടർ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടർമാരുടെ അമിത ജോലിഭാരം കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന് സഹപ്രവർത്തകർ പറയുന്നു. അപ്പം ആശുപത്രി മാനേജ്മെൻറ്റ് എങ്ങനെയാണെങ്കിലും അതിനെ എതിർക്കുകയോ ചെയ്യുകയുള്ളൂ. അവരുടെ സ്ഥാപനത്തിന് നിലനിൽപ്പല്ലേ അവർ നോക്കണ്ടേ. അപ്പോൾ ഇത്രയും സമ്മർദ്ദത്തിൽ പെടുന്ന ഡോക്ടേഴ്സ് രോഗികളെ പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് രോഗികൾക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഡോക്ടർമാരെ സമ്മർദ്ദത്തിലാക്കാതിരിക്കൂ. അതുപോലെ തന്നെ ഏത് പ്രൊഫഷനാണെങ്കിലും നിങ്ങൾ കൂടുതൽ ടയേർഡാകുന്ന, നിങ്ങളുടെ കൂടുതൽ സമയം ഡിമാൻഡ് ചെയ്യുന്ന ജോലികളിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കുക. കാര്യം ഏത് മാനേജ്മെൻ്റ് ആണെങ്കിലും ഏത് വലിയ സ്ഥാപനമാണെങ്കിലും തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയൊന്നുമല്ല അവർ നിലകൊള്ളുന്നത്. അവരുടെ സ്ഥാപനത്തിൻ്റെ ഉന്നമനമാണ് അവർ നോക്കുന്നത്. അപ്പോൾ സ്വന്തം കാര്യം നോക്കുക. കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതുപോലുള്ള ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ സ്വന്തം ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് സ്വയം തീരുമാനിക്കുക. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ, അല്ലേ? അങ്ങനെ എന്തൊരു ചൊല്ലുണ്ടല്ലോ. വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഉദ്ദേശിച്ച എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.